എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304928062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും പുതുതായി വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന്. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലേക്ക് അക്കൗണ്ടൻറ്റ് കം അഡ്മിനായിട്ട് ഒരു ഫീമെയിലിനെ ആവശ്യമുണ്ട്. മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ആവശ്യം. 10,000 രൂപ മുതൽ 15,000 രൂപ വരെ സാലറി ആയിട്ടുണ്ടാവും. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം. കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അതേപോലെ തന്നെ MS ഓഫീസിലെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ള ആളായിരിക്കണം. സ്ട്രോങ് ഓഫീസ് മാനേജ്മെൻറ്റ് സ്കില്ലുണ്ടായിരിക്കണം. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ നന്നായിട്ട് അറിയുന്ന ആളായിരിക്കണം. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ, അതായത് പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം കോട്ടപ്പടിയിലേക്കാണ്. ക്യാഷ്യർ പോസ്റ്റിലേക്ക് ഒരു യുവാവിനെ ആവശ്യമുണ്ട്. +2 ക്വാളിഫിക്കേഷനുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജുള്ള ഒരു യുവാവിനെയാണ് ആവശ്യം. 10,000 രൂപ മുതൽ 12,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. 2 വീലർ ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഈ ഒരു വേക്കൻസിയിലേക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കൊണ്ടോട്ടി, മലപ്പുറം, മഞ്ചേരി ഭാഗങ്ങളിലേക്കാണ്. ഒരു പ്രമുഖ കമ്പനിയുടെ ബ്രാൻഡ് പ്രൊമോട്ടറായിട്ട് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. സാലറി വരുന്നത് 10,000 രൂപ മുതൽ 12,000 രൂപ വരെയായിരിക്കും. വർക്ക് ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും. നിങ്ങൾക്ക് മറ്റൊരു ഷിഫ്റ്റിൽ വർക്ക് ടൈമിലും ജോലി ചെയ്യാം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയും വർക്ക് ചെയ്യാവുന്നതാണ്. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. അതായത് കൊണ്ടോട്ടി, മലപ്പുറം, മഞ്ചേരി ടൗണുകളിൽ നിന്നും ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം പൊന്മലയിലേക്കാണ്. അക്കൗണ്ടൻ്റ് ആയിട്ട് ടാലിയിൽ മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള BCom പാസ്സായിട്ടുള്ള യുവാക്കളെ, അതേപോലെ ഫീമെയിൽസിനെയും പുരുഷന്മാരെയും യുവാക്കളെയും ആവശ്യമുണ്ട്. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. ഈ ഒരു വേക്കൻസിയിലേക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കോട്ടയം ലുലു മാളിലേക്ക്, കാഞ്ഞിരപ്പള്ളിയിലുള്ള ലുലു മാളിലേക്കും മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലേക്കുമാണ്. ടീം മെമ്പറായിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കും. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. 12,000 രൂപയായിരിക്കും സാലറി. കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. ആ ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി നിങ്ങൾക്ക് 3 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതായത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും, അതേപോലെ തന്നെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 8 മണി വരെയും, അതേപോലെ തന്നെ വൈകിട്ട് 4 മണി മുതൽ പുലർച്ചെ 1 മണി വരെ, 12 മണി 1 മണി വരെയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഈ പാർട്ട് ടൈം ആയിട്ടെല്ലാം ജോബ് നോക്കുന്നവർക്കൊരു നല്ലൊരു അവസരമാണ്. ഈ 4 മണി മുതൽ 1 മണി വരെ എന്നൊക്കെ പറയുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാവുന്നവർക്ക് നല്ലൊരു അവസരമാണ്. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. അതായത് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്നും അതേപോലെ തന്നെ മഞ്ചേരി ടൗണിൽ നിന്നും ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസികളിലേക്ക് നോക്കാം. അടുത്ത വേക്കൻസി വരുന്നത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയിലേക്ക് അക്കൗണ്ടൻ്റ് ആയിട്ടൊരു യുവാവിനെ ആവശ്യമുണ്ട്. BCom ക്വാളിഫിക്കേഷനുള്ള മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. ഈ ഒരു വേക്കൻസിയിലേക്ക് 40 വയസ്സിന് താഴെ പ്രായമുള്ള ഒരാളെയാണ് വേണ്ടത്. മികച്ച സാലറി ഉണ്ടായിരിക്കും. ഈ ഒരു വേക്കൻസിയിലേക്കും പൊന്നാനിയിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 10 പേരെ ആവശ്യമുണ്ട്. യുവാക്കളെയാണ് വേണ്ടത്. +2 അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. സാലറി വരുന്നത് 15,000 രൂപയായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കടുങ്ങാത്തുകുണ്ട്, അതേപോലെ തന്നെ മലപ്പുറം ടൗൺ, ഈ ഒരു ഭാഗങ്ങളിലേക്കാണ്. അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി വരുന്നത് 10,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും. മിനിമം ഒരു വർഷത്തെ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഉള്ള ടാലി അറിയുന്ന ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് വേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കണ്ണൂർ തളിപ്പറമ്പിലേക്കാണ്. കണ്ണൂർ തളിപ്പറമ്പിലെ ഒരു
ഐസ്ക്രീം പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് പ്രൊഡക്ഷൻ സ്റ്റാഫ്, മെഷീൻ ഓപ്പറേറ്റർ, പാക്കിംഗ് സ്റ്റാഫ് എന്നീ വേക്കൻസികളുണ്ട്. യുവാക്കൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. മികച്ച സാലറി ഉണ്ടായിരിക്കും. 9 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. ഇതിലേക്കും കണ്ണൂർ തളിപ്പറമ്പ് ടൗണിൽ നിന്നും ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പാക്കിംഗ് സ്റ്റാഫ്, മെഷീൻ ഓപ്പറേറ്റർ, പ്രൊഡക്ഷൻ സ്റ്റാഫ് എന്നീ വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടോളൂ. ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക്, ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒരുപാടധികം തൊഴിൽ ചൂഷണങ്ങൾ നടക്കുന്ന നാടാണ് നമ്മുടേത്. അപ്പോൾ തട്ടിപ്പുകളിൽ ഇരയാവാതെ നിങ്ങൾ സ്വയം സൂക്ഷിക്കുക. സത്യസന്ധമായിട്ടുള്ളതിൽ മാത്രം ഉറച്ചു നിൽക്കുക.